ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മുടെ കൊടും വെയിലും ചൂടും തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇപ്പോൾ വെയിൽ പേടിച്ച് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നത് പോലും ഇപ്പോൾ പേടിച്ചിട്ടാണ്. എല്ലാവരും സൺസ്ക്രീനും അതൊക്കെ ഇട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. എല്ലാവരുടെ സൂര്യതാപവും അതും ഇതൊക്കെ ഏൽക്കുന്ന ഒരു ടൈമാണ്. സൂക്ഷിച്ചും കണ്ടതൊക്കെ മുന്നോട്ട് പോവുക. നമ്മളായിട്ട് എന്തിനാ നമ്മുടെ ശരീരമൊക്കെ വെറുതെ കളയണം. അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇത്തിരി ചവറൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പൊ പറമ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ മരങ്ങൾക്കൊക്കെ ഇത്തിരി വളവും ആയിക്കോളും. അപ്പൊ നമുക്ക് വീടും വൃത്തികേടാവൂല. അങ്ങനെ ഇച്ചിരി ചവർ നമ്മുടെ വേസ്റ്റിലൊക്കെ കൊണ്ടുപോയി ഞാൻ മരച്ചുവട്ടിലൊക്കെ ഇട്ട് ഇത്തിരി പേപ്പറൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അതുമെല്ലാം കത്തിച്ച് സത്യം പറഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങൂല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ പെട്ടെന്നൊരാഗ്രഹം ഒന്ന് മൂന്നാർ വരെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇവിടുത്തെ ചൂട് പേടിച്ചിട്ട് ഓടൊന്നുമല്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഇത്തിരി ബിസിനസ്സിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ എനിക്കൊരു ഹോട്ടൽ റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഉള്ള പോക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ രാവിലെ ഇത്തിരി മുട്ടക്കറിയും പുട്ടുസേമിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പുട്ടുസേമിയ ഉമ്മ ഉണ്ടാക്കി. ഞാൻ ദേ രാവിലെ ഒരാളുടെ ഒക്കത്ത് കയറിയിരിക്കുന്നതാണ്. എനിക്കൊന്നും ചെയ്യാനുള്ള അവസരമില്ല. രാവിലെ ടൂർ പോകണമെന്ന് അവൻ അറിഞ്ഞെന്ന് തോന്നി. യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളോടൊപ്പം യാതൊരു ബഹളം ഇല്ലാതെ നിന്നോളൂ. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം നമുക്ക് നമ്മുടെ കൂടെയുള്ളവരൊക്കെ ബഹളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനും മൂത്താളുമായിരുന്നു ഛർദ്ദിച്ചത്. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. പിന്നെ എന്തോന്നറിയത്തില്ല, ഈ ചൂട് കൂടിയപ്പോഴത്തേക്കുള്ള യാത്ര ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, തലക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും ആള് വെച്ചു. വണ്ടി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വ്ളോഗ് എടുക്കാൻ വേണ്ടി ക്യാമറയും തൂക്കി ഇറങ്ങിയ ഞാൻ അതേ സ്പീഡിൽ ക്യാമറ ഒക്കെ മടക്കി ഒടിച്ച് എൻ്റെ ബാഗിൽ തന്നെ വെച്ച്. പിന്നെ വാളോട് വാളായിരുന്നു, കൊടും വാള്. അപ്പം അത് കാരണം ഇത്തവണയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ എങ്ങാനും പോകുമ്പോഴത്തേക്ക് നീ ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മേലെ നിന്നെ കൊണ്ടുപോകത്തില്ല എന്ന്. അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യും. ഞാൻ എന്തായാലും ഡയറ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇത്തിരി റൈസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇത്തിരി ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഇത്തിരി ഉപ്പും ഒരു നുള്ള് ഗരം മസാലയും അല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഒരിത്തിരി റൈസ്, നമ്മുടെ ബസ്മതി റൈസും കൂടി ഇട്ട് വലിയ എണ്ണയും നെയ്യും ഒന്നും ഒഴിക്കാതെ ഇത്തിരി ചോറ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ വെച്ചിരുന്ന് നമ്മുടെ ഗ്രീൻ ടീ കുടിച്ചു. അത് ഇച്ചിരി അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വിസിലൊക്കെ വന്ന് റെഡിയായി കിടപ്പുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു കിണ്ണം അരി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് നല്ല ചൂടോടുകൂടി സെറ്റായിട്ടിരിപ്പുണ്ട്. അങ്ങനെ വാഴയില വന്നപ്പോൾ പ്ലേറ്റും പാത്രമൊന്നും ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വാഴയിലക്കകത്ത് പൊതിഞ്ഞ് ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വാഴയില പുറത്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ വാഴയില വാട്ടി ഒരുപാട് ഇതൊന്നും എടുക്കുന്നില്ല, ഒറ്റ പൊതിയായിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും കൂടെ സന്തോഷത്തോടു കൂടി എന്താ പറയുക, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാമെന്ന് പറയുന്ന എനിക്ക് ഒറ്റ വാഴയിലക്കകത്ത് പൊതിഞ്ഞെടുത്ത് എല്ലാവർക്കും കൂടെ കൈയിട്ട് തിന്നുമ്പോഴത്തേക്കും ഒരു സന്തോഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റ പൊതിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ റൈസ് ഇത്ര എടുത്ത് അല്പം അച്ചാറും അങ്ങ് തൂത്ത് വാരി ഇന്നലെ ഇട്ട് അച്ചാർ ഇപ്പം ഇത്രയും കാലിയായി കേട്ടോ. അച്ചാറും എടുത്തപ്പോൾ രാവിലെ മുട്ടക്കറിക്കിട്ട ബാക്കി 3 മുട്ടയുണ്ടായിരുന്നു, അതും എടുത്ത് വെച്ച്. ഒരു 3-4 പപ്പടവും അതിൻ്റെ പുറത്തോട്ട് വെച്ച്. പപ്പടം വെക്കുന്നത് വെറും വേസ്റ്റാണ്. നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് നല്ല പരുവാകുമെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങ് അതൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതിന് നടക്കാൻ വയ്യെന്ന്, അല്ലേ പിന്നെ നടക്കുന്ന ആളാണ്. ഇന്ന് എന്താണെന്നറിയത്തില്ല, എടുത്തോന്നും പറഞ്ഞ് അങ്ങനെ നിന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി. പക്ഷേ ചൂട് കണ്ട ഒരു രക്ഷയില്ല കേട്ടോ. ഈ വെയിലൊന്ന് മാറണം, നമുക്ക് യാത്രയുടെ സുഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങളിത് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അവിടെ എത്തിച്ചേരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വാള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം പോക്കാം. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒരു വാളിന് ടെൻഡൻസി വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്കൊരു ബ്ലാക്ക് ടീ വാങ്ങിച്ചു തരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ സ്മൂത്തി കുടിക്കാൻ മറന്നുപോയി ഞാൻ ഈ തിരക്കിൻ്റെ ഇടക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ വാങ്ങിച്ച് ഞാനൊരു കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഡയറ്റ് നമ്മൾ കിട്ടുന്ന ഫുഡ് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. മാക്സിമം എണ്ണയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇന്ന ഫുഡേ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തി പോകണ വഴിക്കൊക്കെ അടിച്ചു കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല. ഞാൻ മരിച്ചു പോലും മറന്നുപോയി എന്നൊക്കെ പറയത്തില്ല, അതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം
നമുക്ക് 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ലഞ്ച് കഴിക്കാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടിയത്. കാര്യം ഭയങ്കര വെയിലും അതുപോലെ തന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞ് പതിയെ ഒന്ന് ഇത്തിരി ദൂരോട്ട് മാറിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വെച്ചപ്പോൾ അങ്ങനെ ആശ്വാസത്തിൻ്റെ ഒരു വക എത്തിയിട്ടുണ്ട്. നമ്മുടെ നേര്യമംഗലം പാലം എത്തി. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാം. പിന്നെ കുരങ്ങന്മാരുടെ ശല്യമില്ലാതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ചീയപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഫുള്ളായിട്ടങ്ങ് നല്ല എന്താ പറയുക, ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. പക്ഷേ നല്ല വെള്ളമുള്ളൊരു സ്ഥലമായിരുന്നു. ഈ വെയിലത്ത് ഈ ചൂടായതുകൊണ്ടായിരിക്കും അതുപോലും വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനെ അത് കാരണം ടൂറിസ്റ്റുകളോ അവിടെയുള്ള കച്ചവടക്കാരോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന വരാന്തയിലിരുന്ന് ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ ചോറൊക്കെ കഴിച്ചു. അപ്പം കുഞ്ഞ് 3 പേരെന്ന് പറയുമ്പോഴേക്കും ചെറിയ ആൾ കഴിച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് 3 പേരെന്ന് പറഞ്ഞേട്ടാ. മറ്റവൻ വീഡിയോ പിടിക്കാനങ്ങോട്ട് നീങ്ങി നിന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ റോഡ് സൈഡിലിരുന്ന് ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെയുള്ള ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്കും. മറ്റേത് എപ്പോഴും പോകുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ കൂടെ കാണുന്ന, ഇത്തവണ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സ്ഥിരം ലാമണ്ടൽ റിസോർട്ടിലാണ് വന്നത്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. അപ്പം നമ്മളെപ്പോൾ ഇവിടെ വന്നാലും തങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ. അപ്പം രാവിലത്തേക്ക് വ്യൂ നല്ലതാണ്. അതുപോലെ തന്നെ മൂന്നാറിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു കാര്യമാണ് അവിടുത്തെ ബഡ്ജറ്റ്, താമസ സൗകര്യം എന്നുള്ളത്. പക്ഷേ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറിൽ ബഡ്ജറ്റിനാണെങ്കിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എന്താ പറയുക, ആനച്ചാലുള്ള ഇത് ലാമ്പടം എന്ന റിസോർട്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ തങ്ങത്തുള്ളൂ കേട്ടോ. അങ്ങനെ വന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നൊന്ന് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നേരെ ഒരുപാട് വൈകിയതുകൊണ്ട് ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ആ തന്തൂരിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും വാങ്ങിച്ച്. അപ്പം ഞാൻ 1-2 സ്പൂൺ ഫ്രൈഡ് റൈസും ഒരു ചെറിയ പീസ് ചിക്കനും എടുത്ത്, അപ്പോൾ ഓവറാക്കണ്ടെന്ന് കരുതി. അങ്ങനെ ഇതായിരുന്നു എൻ്റെ രാത്രിയിലത്തെ ഫുഡ്. അപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പുറത്ത് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡേ നമുക്ക് കിട്ടാൻ വഴിയുള്ളൂ. അല്ലെങ്കിലൊക്കെ വല്ല വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ തപ്പി പോകണം. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷമായി വീണ്ടും ഞാൻ വരാം. അടുത്ത വ്ളോഗുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ മുന്നോട്ടുള്ള നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറക്കണ്ട, എപ്പോഴും പറയുന്ന പോലെ തന്നെ ടാറ്റാ ബൈ.